നമസ്തേ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിനം, ഭാഗ്യനിറം, ഭാഗ്യരത്നം, പിന്നെ അവർക്ക് ഉപയോഗിച്ച് കൂടാൻ പറ്റാത്ത രത്നവും വിവാഹത്തിന് അനുയോജ്യമല്ലാത്തതും അനുയോജ്യമായ നക്ഷത്രങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അത് ഈ മൂല നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളായി കണക്കാക്കുന്ന വ്യാഴവും ചൊവ്വാഴ്ചയാണ്. ഈ ദിവസങ്ങൾ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അതുപോലെ ദിവസങ്ങളായി 7, 16, 25 ദിവസങ്ങൾ വളരെയധികം നല്ലൊരു ദിവസമാണ്. ഇവരുടെ ഭാഗ്യ നമ്പറായി 7 കണക്കാക്കുന്നത്. ഇവർക്ക് ഭാഗ്യ നമ്പറായി കണക്കാക്കുന്നത് ഭാഗ്യ നിറമായി കണക്കാക്കുന്നത് ചുവപ്പും തവിട്ട് നിറവും. ഈ നിറത്തിലുള്ള വാഹനങ്ങളോ വസ്ത്രങ്ങളോ മേടിച്ചണിയുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് തവിട്ട് നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അമ്പലദർശനം നടത്തുന്നവർക്ക് വളരെയധികം ആത്മവിശ്വാസവും മറ്റുള്ള കാര്യങ്ങളും നൽകുന്നതാണ്. കൂടാതെ ഇവർക്ക് അണിയാൻ പറ്റുന്ന രത്നമായി കണക്കാക്കുന്ന വൈഡൂര്യ രത്നമാണ്. വൈഡൂര്യ രത്നത്തിൻ്റെ മോതിരങ്ങളൊക്കെ വിപണിയിലുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ ഇവർക്ക് അണിയാൻ പറ്റാത്ത പ്രതികൂലമായ രത്നമായി മാണിക്യം മുത്തുമാണ്. ഇത് ഒരിക്കലും ഇവർ അണിയാൻ പാടുള്ളതല്ല. കൂടാതെ സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. തിരുവാതിര, മകം, പൂര, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ പൂരാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളാണ് വളരെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ. കൂടാതെ ഇവർക്ക് ഒരിക്കലും ചേർത്ത് കൂടാൻ പറ്റാത്ത നക്ഷത്രങ്ങളായി നമ്മൾ കണക്കാക്കുന്നത് ഉത്രാടം, അവിട്ടം, പൂരാടം, പൂരുരുട്ടാതി, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളായി യാതൊരു കാരണവശാലും സുഹൃത്ത് ബന്ധങ്ങളോ അല്ലാതെ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് പുരുഷനും സ്ത്രീകൾക്ക് വിവാഹത്തിന് നക്ഷത്രം ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങളാണ് പറയുന്നത്. വേറെ നക്ഷത്രങ്ങൾ നമുക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെയും ജാതകം നോക്കി അതിലെ ദോഷങ്ങളും പരിഹാരങ്ങളെല്ലാം നോക്കിയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ കൂടുതൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.